അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവഴി വയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആനയെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട്. അതിരപ്പള്ളി അയ്യമ്പുഴ റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചാകും മയക്കുവഴി വെക്കുക. CV അനുമോദ് ഉണ്ട്. അനുമോദ്, എവിടെ വരെയായി കാര്യങ്ങൾ? ആനയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? രഞ്ജിത്ത്, ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ ഈ ഒരു സമയം വരേക്കും ഫലം കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി വനംവകുപ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതിരാവിലെ മുതൽ തന്നെ ഡ്രോൺ ഉപയോഗിച്ചും അതേപോലെ ദൗത്യ സേനാംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് ആന ഇന്നലെ പോയ മേഖലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരേക്കും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ദൗത്യത്തെ ഇന്നത്തെ നിശ്ചയിച്ച സമയത്തിൽ ഇത് പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ആന പോയ മേഖലയിൽ ചില ആനക്കൂട്ടങ്ങളെ കണ്ടെങ്കിലും അതിലൊന്നും തന്നെ ഈ പരിക്കേറ്റ ആന ഇല്ല എന്ന് വനപാലകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു മേഖലയ്ക്ക് അപ്പുറം കുത്തനെയുള്ള മലയുണ്ട്. അത് അത്തരം മേഖലകളിൽ ആന കയറി പോയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. മാത്രമല്ല, അങ്ങനെയുള്ള സ്ഥലത്താണ് ആന നിൽക്കുന്നതെങ്കിൽ അവിടെ വെച്ച് മയക്കുവെടി വയ്ക്കലും ചികിത്സ നൽകുകയൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യവുമല്ല. അപ്പോൾ അതിനെ ഈ റബ്ബർ പ്ലാന്റേഷൻ്റെ മേഖലയിലേക്ക്, അതായത് ഒരല്പം സമതല സ്വഭാവത്തിലുള്ള മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ട് മാത്രമേ ഈ പറയുന്ന മയക്കുവെടി വയ്ക്കലും ചികിത്സ നൽകലുമൊക്കെ പ്രായോഗികമായിട്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആന ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ആന ഇന്നലെ കയറിപ്പോയ ആ ഒരു മേഖലയിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആനയെ ആ വനാന്തർ മേഖലയിൽ തന്നെയാണ് എന്നാണ് കരുതുന്നത്. ആ പ്രദേശത്ത് വെച്ച് മയക്കുവെടി വയ്ക്കുക പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ദൗത്യം 2ാം ദിവസം ഉച്ച വരെ പിന്നിടുമ്പോഴും ഫലം കണ്ടിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാണെങ്കിലും അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലത്തേക്കാൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി വളരെ വിപുലമായ രീതിയിൽ ഡ്രോണുകളെല്ലാം ഉപയോഗിച്ച് ഈ ഒരു വനാന്തർ മേഖല മുഴുവനായിട്ടും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ വൈകാതെ ആനയെ കണ്ടെത്താൻ കഴിയുന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ടെത്തുന്നതെങ്കിൽ ഇന്നലത്തേതുപോലെ തന്നെ 4 മണിക്ക് ശേഷം അത് പ്രായോഗികമായിട്ട് നടപ്പാക്കുകയും എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതുവരേക്കും തെരച്ചിൽ ഫലം കണ്ടിട്ടില്ല എന്ന നിരാശാജനകമായ വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.